നമസ്കാരം. ശ്രീസ് ലേണിംഗിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫെബ്രുവരിയിലെ കുറച്ച് കറണ്ട് അഫയേഴ്സ് പഠിച്ചതാണ്. ഈ ക്ലാസ്സിലും ഫെബ്രുവരിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ ധാരാളം കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ ഒന്ന് കാണാൻ ശ്രമിക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈനമതമുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. അപ്പോൾ 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈനമതമുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. രാജ്യത്തിന്റെ പുതിയ ലോക്പാലിന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. പുതിയ ലോക്പാൽ അധ്യക്ഷൻ, ഇപ്പോഴത്തെ ലോക്പാലിന്റെ അധ്യക്ഷൻ ആരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. 2024 ഫെബ്രുവരി 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഏത് സ്ഥാപനത്തിന്റെ പദ്ധതിയാണ് ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രോജക്റ്റ്? ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രോജക്റ്റ് 2024 ഫെബ്രുവരി 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഏത് സ്ഥാപനത്തിന്റെ പദ്ധതിയാണ് ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രോജക്റ്റ്? സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ്. സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡിന്റെ പദ്ധതിയാണ് ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രോജക്റ്റ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈനമതമുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ഇപ്പോഴത്തെ ലോക്പാലിന്റെ അധ്യക്ഷനാരാണ്? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. 2024 ഫെബ്രുവരി 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത ഏത് സ്ഥാപനത്തിന്റെ പദ്ധതിയാണ് ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രോജക്റ്റ്? സൗത്ത് ഈസ്റ്റേൺ കോൾഫീൽഡ്സ് ലിമിറ്റഡ്. 2024 ഏത് തീയതിയിലാണ് RBI വാർഷിക സാമ്പത്തിക സാക്ഷരതാ വാരം സംഘടിപ്പിച്ചത്? 2024 ഏത് തീയതിയിലാണ് RBI വാർഷിക സാമ്പത്തിക സാക്ഷരതാ വാരം സംഘടിപ്പിച്ചത്? 2024 ഫെബ്രുവരി 26 മുതൽ മാർച്ച് 1 വരെയാണ് RBI വാർഷിക സാമ്പത്തിക സാക്ഷരതാ വാരം സംഘടിപ്പിച്ചത്. ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്കുള്ള രാജ്യത്തെ പെൺകുട്ടികൾ ദക്ഷിണ കൊറിയയാണ്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്കുള്ള ഏത് രാജ്യത്തെ പെൺകുട്ടികളാണ്? ദക്ഷിണ കൊറിയയിലെ. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ആരാണ് പരിഹരിക്കുന്നത്? സുപ്രീം കോടതിയാണ്. അപ്പോൾ ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ആരാണ് പരിഹരിക്കുന്നത്? സുപ്രീം കോടതി. കേരള സർക്കാർ സംസ്ഥാന ബജറ്റിനൊപ്പം ഒരു പ്രത്യേക രേഖയായിട്ട് പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാണ്? 2024. അപ്പോൾ കേരള സർക്കാർ സംസ്ഥാന ബജറ്റിനൊപ്പം ഒരു പ്രത്യേക രേഖയായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ച വർഷം ഏതാണ്? 2024. 2024 ഫെബ്രുവരിയിൽ കേരളത്തിൽ ശങ്കർ സ്മൃതി അവാർഡ് നൽകി ആദരിച്ചത് ആരെയാണ്? പൂജാരി ഈശ്വരി പ്രസാദ് നമ്പൂതിരി. 2024 ഫെബ്രുവരിയിൽ കേരളത്തിൽ ശങ്കർ സ്മൃതി അവാർഡ് നൽകി ആദരിച്ചത് ആരെയാണ്? പൂജാരി ഈശ്വരി പ്രസാദ് നമ്പൂതിരി. കേരള സംസ്ഥാന ബജറ്റ് 2024-25 അനുസരിച്ച് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഏത് മാതൃകയാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്? ചൈനീസ് മാതൃക. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? കേരള സംസ്ഥാന ബജറ്റ് 2024-25 അനുസരിച്ച് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഏത് മാതൃകയാണ് സർക്കാർ അവതരിപ്പിക്കുന്നത്? ചൈനീസ് മാതൃക. 2024 ഗ്രാമി അവാർഡ് ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെയാണ്? ശങ്കർ മഹാദേവനും സക്കീർ ഹുസൈനും. അപ്പോൾ 2024 ഗ്രാമി അവാർഡ് ലഭിച്ച ഇന്ത്യക്കാർ ആരൊക്കെയാണ്? ശങ്കർ മഹാദേവനും സക്കീർ ഹുസൈനും. DRDO വികസിപ്പിച്ചെടുത്ത ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റിന്റെ പേരെന്താണ്? അഭ്യാസ്. അപ്പോൾ എന്താണ് അഭ്യാസ്? DRDO വികസിപ്പിച്ചെടുത്ത ഹൈ സ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റിന്റെ പേരാണെന്ത്? അഭ്യാസ്. 2024 ഖത്തർ ഓപ്പൺ നേടിയത് ആരാണ്? ഇഗ സിയാടെക്. 2024 ഖത്തർ ഓപ്പൺ നേടിയത് ആരാണ്? ഇഗ സിയാടെക്. ഇത്രയും പഠിച്ചത് നമുക്കൊന്ന് നോക്കാം.
2011 സെൻസസ് പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജൈനമതമുള്ള സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. ജൈനമതക്കാർ. രാജ്യത്തിന്റെ പുതിയ ലോക്പാൽ ആരായിരിക്കും? ജസ്റ്റിസ് AM ഖാൻവിൽക്കർ. 2024 ഫെബ്രുവരി 29 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ഏത് സ്ഥാപനത്തിന്റെ പദ്ധതിയാണ്? ഫസ്റ്റ് മൈൽ കണക്ടിവിറ്റി പ്രോജക്ട്. സൗത്ത് ഈസ്റ്റേൺ കോൾ ഫീൽഡ്സ് ലിമിറ്റഡ്. 2024 ഏത് തീയതിയിലാണ് RBI വാർഷിക സാമ്പത്തിക സാക്ഷരതാ വാരം സംഘടിപ്പിച്ചത്? 2024 ഫെബ്രുവരി 26 മുതൽ മാർച്ച് 1 വരെയാണ്. ഏറ്റവും കുറഞ്ഞ ഫെർട്ടിലിറ്റി നിരക്കുള്ള ഏത് രാജ്യത്തെ പെൺകുട്ടികൾക്കാണ്? ദക്ഷിണ കൊറിയ. ഇന്ത്യൻ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം ആരാണ് പരിഹരിക്കുക? സുപ്രീം കോടതി. കേരള സർക്കാർ സംസ്ഥാന ബജറ്റിനൊപ്പം ഒരു പ്രത്യേക രേഖയായി പരിസ്ഥിതി ബജറ്റ് അവതരിപ്പിച്ചു. ഏത് വർഷമാണ്? 2024. 2024 ഫെബ്രുവരിയിൽ കേരളത്തിൽ ശങ്കർ സ്മൃതി അവാർഡ് നൽകി ആദരിച്ചത് ആരെയാണ്? പൂജാരി ഈശ്വരി പ്രസാദ് നമ്പൂതിരി. കേരള സംസ്ഥാന ബജറ്റ് 2024-25 അനുസരിച്ച് വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുടെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിന് ഏത് മാതൃകയാണ് സർക്കാർ അവതരിപ്പിച്ചത്? ചൈനീസ് മാതൃക. 2024 ഗ്രാമി അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരുടെ പേരാരൊക്കെയാണ്? ശങ്കർ മഹാദേവനും സക്കീർ ഹുസൈനും. DRDO വികസിപ്പിച്ചെടുത്ത ഹൈസ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റിന്റെ പേരെന്താണ്? അഫ്യാസ്. 2024 ഖത്തർ ഓപ്പൺ നേടിയതാരാണ്? ഇഗ സിയാട്ടൻ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ജാരവാസ്, സെന്റിനലീസ് ഗോത്രങ്ങൾ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് കാണപ്പെടുന്നത്? ഏതൊക്കെ ഗോത്രവർഗക്കാരാണ്? ജാരവാസ്, സെന്റിനലീസ്. ജാരവാസ്, സെന്റിനലീസ് ഗോത്രങ്ങൾ ഇന്ത്യയിലെ ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ് കാണപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. അപ്പോൾ ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാണപ്പെടുന്ന ഗോത്രവർഗങ്ങളാണ് ഏതൊക്കെ? ജാരവാസും സെന്റിനലീസും ഗോത്രങ്ങള് ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. 2024 ഫെബ്രുവരി 18 ഏത് ടീമിനെതിരെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് വിജയം നേടിയത്? ഇംഗ്ലണ്ട്. അപ്പോൾ 2024 ഫെബ്രുവരി 18 ഇംഗ്ലണ്ടിനെതിരെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് വിജയം നേടിയത്. മിലൻ നാവികാഭ്യാസത്തിന്റെ 12ാമത് എഡിഷൻ എവിടെയാണ് നടന്നത്? വിശാഖപട്ടണം. അപ്പോൾ മിലൻ നാവികാഭ്യാസത്തിന്റെ 12ാമത് എഡിഷൻ നടന്നത് വിശാഖപട്ടണത്താണ്. 2024 ഫെബ്രുവരി 18 ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ ആദ്യമായി 2024 ബാഡ്മിന്റൺ ഏഷ്യ ടീം വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്? തായ്ലൻഡ്. അപ്പോൾ 2024 ഫെബ്രുവരി 18 തായ്ലൻഡിനെതിരെയാണ് ഇന്ത്യ ആദ്യമായിട്ട് 2024 ബാഡ്മിന്റൺ ഏഷ്യ ടീം വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്? ഏത് രാജ്യമാണ് മിഡിൽ ഈസ്റ്റിൽ ഡ്രീം ഓഫ് ദി ഡെസേർട്ട് ട്രെയിൻ ആരംഭിക്കുന്നത്? സൗദി അറേബ്യയാണ്. അപ്പോൾ ഏത് രാജ്യമാണ് മിഡിൽ ഈസ്റ്റില് ഡ്രീം ഓഫ് ദി ഡെസേർട്ട് ട്രെയിൻ ആരംഭിക്കുന്നത്? സൗദി അറേബ്യ. ഏത് പ്രതിരോധ അഭ്യാസത്തിനിടെയാണ് സർഫേസ് ടു എയർ മിസൈൽ ഫോർ അഷ്വേർഡ് റിപ്ലിയേഷൻ വ്യോമ പ്രതിരോധ സംവിധാനം ആദ്യമായി തൊടുത്തത്? രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ആദി മഹോത്സവ് ദേശീയ ഗോത്രോത്സവം ഏത് തീയതിയിലാണ് അവസാനിച്ചത്? 2024 ഫെബ്രുവരി 18. ആദി മഹോത്സവം എവിടെയാണ് നടന്നത്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ആദി മഹോത്സവ് ദേശീയ ഗോത്രോത്സവം ഏത് തീയതിയിലാണ് അവസാനിച്ചത്? 2024 ഫെബ്രുവരി 18. അപ്പോൾ ആദി മഹോത്സവ ഒരു ദേശീയ ഗോത്രോത്സവമാണ്. ഇന്ത്യയിലെ ഒരു ദേശീയ ഗോത്രോത്സവമാണ് ആദി മഹോത്സവ. 2024 ഫെബ്രുവരി 18 നടന്ന 77ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ മികച്ച ചിത്രം, സംവിധായകൻ, നടൻ എന്നിവയുൾപ്പെടെ 7 സമ്മാനങ്ങൾ നേടിയ സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ. അപ്പോൾ 2024 ഫെബ്രുവരി 18 നടന്ന 77ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ മികച്ച ചിത്രം, സംവിധായകൻ, നടൻ എന്നിവയുൾപ്പെടെ 7 സമ്മാനങ്ങൾ നേടിയ സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ഇടംകൈയ്യൻ ബാറ്റ്സ്മാന്റെ പേര് എന്താണ്?
യശസ്വി ജയ്സ്വാൾ. അപ്പോൾ ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ഇടം കൈയ്യൻ ബാറ്റ്സ്മാന്റെ പേരെന്താണ്? യശസ്വി ജയ്സ്വാൾ. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് എവിടെയാണ് നിലവിൽ വരുന്നത്? കൊട്ടാരക്കര. 2023 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? എസ് കെ വസന്തൻ. 2023 എഴുത്തച്ഛൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? എസ് കെ വസന്തൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകത്തിന്റെ പേരാണ് ഒഡീസിയസ് ബഹിരാകാശ പേടകം. അപ്പോൾ ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ജാരവാസ സെന്റിനലീസ് ഗോത്രങ്ങൾ ഇന്ത്യയിൽ എവിടെയാണ് കാണപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലാണ്. 2024 ഫെബ്രുവരി 18 ഏത് ടീമിനെതിരെയാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ടെസ്റ്റ് വിജയം നേടിയത്? ഇംഗ്ലണ്ട്. മിലൻ നാവികാഭ്യാസത്തിന്റെ 12ാമത് എഡിഷൻ എവിടെയാണ് നടക്കുന്നത്? വിശാഖപട്ടണം. 2024 ഫെബ്രുവരി 18 ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ ആദ്യമായി 2024 ബാഡ്മിന്റൺ ഏഷ്യ ടീം വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്? തായ്ലൻഡ്. ഏത് രാജ്യമാണ് മിഡിൽ ഈസ്റ്റിൽ ഡ്രീം ഓഫ് ദി ഡെസേർട്ട് ട്രെയിൻ ആരംഭിച്ചത്? സൗദി അറേബ്യ. ഏത് പ്രതിരോധ അഭ്യാസത്തിനിടെയാണ് സർഫേസ് ടു എയർ മിസൈൽ ഫോർ അഷേർഡ് റിറ്റലിയേഷൻ വ്യോമ പ്രതിരോധ സംവിധാനം ആദ്യമായി തൊടുത്തത്? വായുശക്തി 24. രാഷ്ട്രപതി ശ്രീമതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ആദി മഹോത്സവ ദേശീയ ഗോത്രോത്സവം ഏത് തീയതിയിലാണ് അവസാനിച്ചത്? 2024 ഫെബ്രുവരി 18. 2024 ഫെബ്രുവരി 18 നടന്ന 77ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ മികച്ച ചിത്രം, സംവിധായകൻ, നടൻ എന്നിവയുൾപ്പെടെ 7 സമ്മാനങ്ങൾ നേടിയ സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ഇടം കൈയ്യൻ ബാറ്റ്സ്മാന്റെ പേരെന്താണ്? യശസ്വി ജയ്സ്വാൾ. കേരളത്തിലെ ആദ്യത്തെ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിൽ. 2023 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? എസ് കെ വസന്തൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകം ഏതാണ്? ഒഡീസിയസ്. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് സർക്കാരാണ്. അപ്പോൾ 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി ആഴ്ചയിൽ ഒരിക്കൽ ബാഗ് രഹിത സ്കൂൾ ദിനം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ് സർക്കാരാണ്. കാലാവസ്ഥ സാമ്പത്തിക സൗകര്യത്തിനായി ഗോവ സംസ്ഥാന സർക്കാർ ഏത് അന്താരാഷ്ട്ര സംഘടനയുമായിട്ടാണ് കൂട്ടിച്ചേർന്നത്? ലോക ബാങ്ക്. അപ്പോൾ കാലാവസ്ഥ സാമ്പത്തിക സൗകര്യത്തിനായി ഗോവ സംസ്ഥാന സർക്കാർ ഏത് അന്താരാഷ്ട്ര സംഘടനയുമായിട്ടാണ് കൈകോർത്തത്? ലോക ബാങ്ക്. സമ്മക്ക സരളമ്മ ജാതര എന്ന ഗോത്രോത്സവം ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? തെലങ്കാനയിലാണ്. അപ്പോൾ തെലങ്കാനയിൽ ആഘോഷിക്കുന്ന ഒരു ഗോത്രോത്സവത്തിന്റെ പേരാണെന്ത്? സമ്മക്ക സരളമ്മ ജാതര. സമ്മക്ക സരളമ്മ ജാതര എന്നതൊരു ഗോത്രോത്സവമാണ്. ഇത് ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? തെലങ്കാനയിലാണ്. ഫ്ലൈറ്റ് ടെസ്റ്റ് പൂർത്തിയാക്കിയ 5ാം തലമുറ യുദ്ധവിമാനമായ കാൻ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ടർക്കിയാണ്. അപ്പോൾ ഫ്ലൈറ്റ് ടെസ്റ്റ് പൂർത്തിയാക്കിയ 5ാം തലമുറ യുദ്ധവിമാനമായ കാൻ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ടർക്കി. 4ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് എവിടെയാണ് നടക്കുന്നത്? ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ 4ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത് എവിടെയാണ്? ജമ്മു കാശ്മീരിലാണ്. അപ്പോൾ എത്രാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ആണ് ജമ്മു കാശ്മീരിൽ നടന്നത്? 4ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ആണ് ജമ്മു കാശ്മീരിൽ നടന്നത്. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിലെ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ സുതാര്യത. അപ്പോൾ എന്താണ് ഓപ്പറേഷൻ സുതാര്യത? ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഏത്? ഓപ്പറേഷൻ സുതാര്യത. ബാഗ് ബിഹു ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? മാഗ് ബിഹു ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? അസമിലാണ്. മാഗ് ബിഹു ആഘോഷിക്കുന്ന ഏത് സംസ്ഥാനത്താണ്? അസം.
2024 കേരള സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അവാർഡുകളിൽ മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ജെറോമിക് ജോർജ്. അപ്പോൾ മാഗ് ബിഹു ഏതു സംസ്ഥാനത്തെ ആഘോഷമാണ്? അസമിലെ ആഘോഷമാണ് മാഗ് ബിഹു. 2024 കേരള സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അവാർഡുകളിൽ മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ജെറോമിക് ജോർജ്. ഏത് സൈനിക അഭ്യാസത്തിനിടെയാണ് മാരിടൈം ടെക്നിക്കൽ എക്സ്പോസിഷൻ ഉദ്ഘാടനം ചെയ്തത്? മിലാൻ 2024. അപ്പോൾ ഏത് സൈനിക അഭ്യാസത്തിനിടെയാണ് മാരിടൈം ടെക്നിക്കൽ എക്സ്പോസിഷൻ ഉദ്ഘാടനം ചെയ്തത്? മിലാൻ 2024. ശാന്തി പ്രയാസ് ഫോർത്ത് എന്ന ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ ആണ്. അപ്പോൾ ശാന്തി പ്രയാസ് ഫോർത്ത് എന്ന ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിന് ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ്? നേപ്പാൾ. ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡിൽ 2024 മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? ഷാരൂഖ് ഖാൻ ആണ്. അപ്പോൾ ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? ഷാരൂഖ് ഖാൻ. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സമർചൂബ് മിസൈൽ സംവിധാനം ഏത് സംഘടനയാണ് വികസിപ്പിച്ചത്? ഇന്ത്യൻ എയർഫോഴ്സ്. അപ്പോൾ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സമർചൂബ് മിസൈൽ സംവിധാനം ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത്? ഇന്ത്യൻ എയർഫോഴ്സ്. ഏറ്റവും വേഗത്തിൽ 500 ടെസ്റ്റ് വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ താരമെന്ന നേട്ടം അനിൽ കുംബ്ലെയെ മറികടന്നത് ആരാണ്? രവിചന്ദ്രൻ അശ്വിൻ. അപ്പോൾ ഏറ്റവും വേഗത്തിൽ 500 ടെസ്റ്റ് വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ താരമെന്ന നേട്ടം നേരത്തെ ആർക്കായിരുന്നു? അനിൽ കുംബ്ലെക്കായിരുന്നു. അനിൽ കുംബ്ലെയെ മറികടന്നത് ആരെയാണ്? രവിചന്ദ്രൻ അശ്വിൻ. അസമിന്റെ ഔദ്യോഗിക ഫലമായി പ്രഖ്യാപിക്കപ്പെട്ടത് കാജി നേമു. അപ്പോൾ അസമിന്റെ ഔദ്യോഗിക ഫലം ഏതാണ്? കാജി നേമു. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന ഔദ്യോഗിക പേരെന്താണ്? സ്റ്റാറ്റിയോ ശിവശക്തി. സ്റ്റാറ്റിയോ ശിവശക്തി. അപ്പോൾ ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന പേരെന്താണ്? ശിവശക്തി പോയിന്റ് എന്നാണ്. PWDക്കായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച പുതിയ ആപ്പ് ഏതാണ്? സാക്ഷം ആപ്പ്. വികലാംഗരായ വ്യക്തികൾക്കായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച പുതിയ ആപ്പിന്റെ പേരെന്താണ്? സാക്ഷം ആപ്പ്. അപ്പോൾ ഇത്രയും നമുക്ക് നോക്കാം. ഫ്ലൈറ്റ് ടെസ്റ്റ് പൂർത്തിയാക്കിയ 5ാം തലമുറ യുദ്ധവിമാനമായ ഖാൻ ഏത് രാജ്യമാണ് വികസിപ്പിച്ചെടുത്തത്? ടർക്കി. 4ാമത് ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് എവിടെയാണ് നടന്നത്? ജമ്മു കാശ്മീരില്. ഈ ഡിസ്ട്രിക്ട് പോർട്ടൽ ഉപയോഗിക്കുന്നില്ല എന്ന പരാതിയെ തുടർന്ന് വില്ലേജ് ഓഫീസുകളിൽ വിജിലൻസ് നടത്തിയ പരിശോധന ഏതു പേരിൽ അറിയപ്പെടുന്നു? ഓപ്പറേഷൻ സുതാര്യത. ബിഹു ഏത് സംസ്ഥാനത്താണ് ആഘോഷിക്കുന്നത്? അസമിലാണ്. 2024 കേരള സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ അവാർഡുകളിൽ മികച്ച കളക്ടറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ജെറോമിക് ജോർജ്. ഏത് സൈനികാഭ്യാസത്തിനിടെയാണ് മാരിടൈം ടെക്നിക്കൽ എക്സ്പോസിഷൻ ഉദ്ഘാടനം ചെയ്തത്? മിലാൻ 2024. ശാന്തി പ്രയാസ് ഫോർത്ത് എന്ന ബഹുരാഷ്ട്ര സൈനികാഭ്യാസത്തിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? നേപ്പാൾ. ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് 2024 മികച്ച നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? ഷാരൂഖ് ഖാനാണ്. ഇന്ത്യയിൽ ആദ്യമായി ജില്ലാതല ആന്റിബയോഗ്രാം പുറത്തിറക്കിയ സംസ്ഥാനം ഏതാണ്? കേരളം. വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിനുള്ള സമർചൂബ് മിസൈൽ സംവിധാനം ഏത് സംഘടനയാണ് വികസിപ്പിച്ചെടുത്തത്? ഇന്ത്യൻ എയർഫോഴ്സ്. ഏറ്റവും വേഗത്തിൽ 500 ടെസ്റ്റ് വിക്കറ്റ് തികയ്ക്കുന്ന ഇന്ത്യൻ താരമെന്ന നേട്ടം അനിൽ കുംബ്ലെയെ മറികടന്നത് ആരാണ്? രവിചന്ദ്രൻ അശ്വിൻ. അസമിന്റെ ഔദ്യോഗിക ഫലം ഏതാണ്? കാജി നേമു. ചന്ദ്രയാൻ 3 ചന്ദ്രനിൽ ഇറങ്ങിയ സ്ഥലത്തിന് നൽകിയിരിക്കുന്ന ഔദ്യോഗിക പേരെന്താണ്? ശിവശക്തി പോയിന്റ്. വികലാംഗരായ വ്യക്തികൾക്കായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിച്ച പുതിയ ആപ്പ് ഏതാണ്? സാക്ഷം ആപ്പ്. സക്ഷം ആപ്പ്. ഫിഗർ സ്കേറ്റിംഗ് ലോക കിരീടം നിലനിർത്തുകയും 1968 ശേഷം 3 തുടർച്ചയായ കിരീടങ്ങൾ നേടുന്ന ആദ്യത്തെ വനിതയായി മാറുകയും ചെയ്തത് ആരാണ്? കയോറി സകാമോട്ടോ. കയോറി സകാമോട്ടോ.
ഫിഗർ സ്കേറ്റിംഗ് ലോക കിരീടം നിലനിർത്തുകയും 1968 ശേഷം 3 തുടർച്ചയായ കിരീടങ്ങൾ നേടുകയും ചെയ്ത ആദ്യത്തെ വനിതയായി മാറിയത് ആരാണ്? കയോറി സകാമോട്ടോ. ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ ആണ്. അപ്പോൾ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിൽ ആദ്യമായിട്ട് പ്രതിരോധ വാക്സിൻ വികസിപ്പിക്കുന്ന രാജ്യം ഏതാണ്? ബ്രിട്ടൻ. തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തുമെത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയുടെ പദ്ധതി ഏതാണ്? ബന്ധു പദ്ധതി. അപ്പോൾ തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തുമെത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിലെ പദ്ധതി ഏതാണ്? ബന്ധു പദ്ധതി. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ്? കാർലോസ് സെയിൻസ്. 2024 ഫോർമുല 1 ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പ്രിക്സിൽ ജേതാവായത് ആരാണ്? കാർലോസ് സെയിൻസ്. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? പമേല അന്ന മാത്യു. 2024 പ്രഖ്യാപിച്ച സംസ്ഥാന സംരംഭക അവാർഡിൽ സംരംഭക മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പുരസ്കാരം നേടിയത് ആരാണ്? പമേല അന്ന മാത്യു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 100 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ ആരാണ്? രവിചന്ദ്രൻ അശ്വിൻ. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ 100 വിക്കറ്റ് തികയ്ക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ ബൗളർ ആരാണ്? രവിചന്ദ്രൻ അശ്വിൻ. ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഏത് വനത്തിലാണ്? ആമസോൺ മഴക്കാടുകളിലാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പാമ്പിനെ ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് ഏത് വനത്തിലാണ്? ആമസോൺ മഴക്കാടുകളിലാണ്. 2024 ഫെബ്രുവരിയിൽ 200-ലധികം ബ്രഹ്മോസ് മിസൈലുകൾ ഏറ്റെടുക്കുന്നതിന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഏത് പ്രതിരോധ സേനയ്ക്കാണ് അനുമതി നൽകിയത്? ഇന്ത്യൻ നേവിക്കാണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ 200-ലധികം ബ്രഹ്മോസ് മിസൈലുകൾ ഏറ്റെടുക്കുന്നതിന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഏത് പ്രതിരോധ സേനയ്ക്കാണ് അനുമതി നൽകിയത്? ഇന്ത്യൻ നേവി. ഇന്ത്യയിലെ ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയർ സ്ഥാപിക്കാൻ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം ഏത് സ്ഥാപനവുമായിട്ടാണ് ഒപ്പുവെച്ചത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഷില്ലോങ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയർ സ്ഥാപിക്കാൻ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം ഏത് സ്ഥാപനവുമായിട്ടാണ് ഒപ്പുവെച്ചത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഷില്ലോങ്. ഇന്ത്യയെ കൂടാതെ ത്രിരാഷ്ട്ര ദോസ്തി വ്യായാമം 2024 16-ാം പതിപ്പിൽ പങ്കെടുത്ത മറ്റ് 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മാലദ്വീപും ശ്രീലങ്കയും. അപ്പോൾ ഇന്ത്യയെ കൂടാതെ ത്രിരാഷ്ട്ര ദോസ്തി വ്യായാമം 2024 16-ാം പതിപ്പിൽ പങ്കെടുത്ത മറ്റു 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മാലദ്വീപും ശ്രീലങ്കയും. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ 200-ലധികം ബ്രഹ്മോസ് മിസൈലുകൾ ഏറ്റെടുക്കുന്നതിന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി ഏത് പ്രതിരോധ സേനയ്ക്കാണ് അനുമതി നൽകിയത്? ഇന്ത്യൻ നേവിക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ഗതിശക്തി റിസർച്ച് ചെയർ സ്ഥാപിക്കാൻ തുറമുഖ, ഷിപ്പിംഗ്, ജലപാത മന്ത്രാലയം ഏത് സ്ഥാപനവുമായി ഒപ്പുവെച്ചു? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ്, ഷില്ലോങ്. ഇന്ത്യയെ കൂടാതെ ത്രിരാഷ്ട്ര ദോസ്തി വ്യായാമം 2024 16-ാം പതിപ്പിൽ പങ്കെടുത്ത മറ്റ് 2 രാജ്യങ്ങൾ ഏതൊക്കെയാണ്? മാലദ്വീപും ശ്രീലങ്കയും. വിപുലമായ സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിനായി കേരളത്തിലെ ഏത് സ്ഥാപനവുമായിട്ടാണ് കേരള പോലീസ് സൈബർ ഡോം ധാരണാപത്രം ഒപ്പുവെച്ചത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കാലിക്കറ്റ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കാലിക്കറ്റ്. അപ്പോൾ വിപുലമായ സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിനായി കേരളത്തിലെ ഏത് സ്ഥാപനവുമായിട്ടാണ് കേരള പോലീസ് സൈബർ ഡോം ധാരണാപത്രം ഒപ്പുവെച്ചത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, കാലിക്കറ്റ്.
ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കേബിൾ സ്റ്റേയ്ഡ് പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്തിലാണ് സുദർശൻ സേതു. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കേബിൾ സ്റ്റേയ്ഡ് പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ പാരാ ഗെയിംസിലും സ്വർണ്ണ മെഡൽ ജേതാക്കൾക്കുള്ള പ്രതിഫലം എത്രയായിരിക്കും? 25 ലക്ഷം രൂപ വീതമാണ്. അപ്പോൾ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ പാരാ ഗെയിംസിലും സ്വർണ്ണ മെഡൽ ജേതാക്കൾക്കുള്ള പ്രതിഫലം എത്രയാണ്? 25 ലക്ഷം രൂപയാണ്. ഇന്ത്യയുടെ ആദ്യ വനിതാ പിച്ച് ക്യൂറേറ്റർ എന്ന നിലയിൽ ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ജസീന്ത കല്യാൺ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ എന്ന നിലയിൽ ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ജസീന്ത കല്യാൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഏത് സംസ്ഥാനത്താണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അനാവരണം ചെയ്തത്? ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഏത് സംസ്ഥാനത്താണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അനാവരണം ചെയ്തത്? ഛത്തീസ്ഗഡ്. ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ ട്രെയിനിനെ ഏത് പേരിലാണ് പുനർരൂപകൽപ്പന ചെയ്യുന്നത്? എക്സ്പ്രസ് സ്പെഷ്യൽ. എക്സ്പ്രസ് സ്പെഷ്യൽ. അപ്പോൾ ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ ട്രെയിനിനെ ഏത് പേരിലാണ് പുനർരൂപകൽപ്പന ചെയ്തത്? എക്സ്പ്രസ് സ്പെഷ്യൽ. വിപുലമായ സൈബർ കുറ്റകൃത്യ അന്വേഷണത്തിനായി കേരളത്തിലെ ഏത് സ്ഥാപനവുമായിട്ടാണ് കേരള പോലീസ് സൈബർ ഡോൺ ധാരണാപത്രം ഒപ്പുവെച്ചത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്. ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കേബിൾ സ്റ്റേയ്ഡ് പാലമായ സുദർശൻ സേതു ഏത് സംസ്ഥാനത്താണ്? ഗുജറാത്ത്. പ്രതിരോധ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ പാരാ ഗെയിംസിലും സ്വർണ്ണ മെഡൽ ജേതാക്കൾക്കുള്ള പ്രതിഫലം എത്രയായിരിക്കും? 25 ലക്ഷം രൂപ വീതം. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പിച്ച് ക്യൂറേറ്റർ എന്ന നിലയിൽ ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? ജസീന്ത കല്യാൺ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം ഏത് സംസ്ഥാനത്താണ് സോളാർ എനർജി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അനാവരണം ചെയ്തത്? ഛത്തീസ്ഗഡ്. ഇന്ത്യൻ റെയിൽവേ പാസഞ്ചർ ട്രെയിനിനെ ഏത് പേരിൽ പുനർരൂപകൽപ്പന ചെയ്യുന്നു? എക്സ്പ്രസ് സ്പെഷ്യൽ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ സൈന്യവും ഏതു രാജ്യവും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ ധർമ്മ ഗാർഡിയൻ 2024 ഫെബ്രുവരി 25 ആരംഭിച്ചത്? ജപ്പാനുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യയുടെ സൈന്യവും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണിത് ധർമ്മ ഗാർഡിയൻ 2024. ഇത് ആരംഭിച്ചത് ഫെബ്രുവരി 25 ധർമ്മ ഗാർഡിയൻ 2025 ഇന്ത്യൻ സൈന്യവും ജപ്പാനും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ്. മഹാരാഷ്ട്ര MSME ഡിഫൻസ് എക്സ്പോ 2024 വ്യവസായങ്ങളിലേക്ക് സാങ്കേതിക വിദ്യ കൈമാറുന്നതിനുള്ള എത്ര ലൈസൻസിംഗ് കരാറുകളാണ് DRDOയ്ക്ക് കൈമാറിയത്? 23. മഹാരാഷ്ട്ര MSME ഡിഫൻസ് എക്സ്പോ 2024 വ്യവസായങ്ങളിലേക്ക് സാങ്കേതിക വിദ്യ കൈമാറുന്നതിനുള്ള എത്ര ലൈസൻസിംഗ് കരാറുകളാണ് DRDOയ്ക്ക് കൈമാറിയത്? 23. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് അതിൻ്റെ 77ാമത് റൈസിംഗ് ദിനം ആഘോഷിച്ചത് ഏത് തീയതിയിലാണ്? ഫെബ്രുവരി 25. ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് അതിൻ്റെ 77ാമത് റൈസിംഗ് ദിനം ആഘോഷിക്കുന്നത് ഏത് തീയതിയിലാണ്? 25 ഫെബ്രുവരി. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏത് നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്? നർമ്മദാ നദി. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? നർമ്മദാ നദി. 2023 സി കേശവൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മാർ ക്ലീമിസ് ബസേലിയോസ്. മാർ ക്ലീമിസ് ബസേലിയോസിനാണ് 2023 സി കേശവൻ അവാർഡ് ലഭിച്ചത്. 2024 ഫെബ്രുവരിയിൽ റബ്ബറിലെ ഗവേഷണത്തിനും വികസനത്തിനുമുള്ള മികവിന് BC ശേഖർ അവാർഡ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചത് ആർക്കാണ്? സി കുരുവിള ജേക്കബ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ റബ്ബറിലെ ഗവേഷണത്തിനും വികസനത്തിനുമുള്ള മികവിനുള്ള BC ശേഖർ അവാർഡ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചത് ആർക്കാണ്? സി കുരുവിള ജേക്കബ്. അപ്പോൾ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഏത് നദീതീരത്താണ്? നർമ്മദാ നദി
2023 സി കേശവൻ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മാർ ക്ലീമിസ് ബെസേലിയോസ്. 2024 ഫെബ്രുവരിയിൽ റബ്ബറിലെ ഗവേഷണത്തിനും വികസനത്തിനുമുള്ള മികവിന് BC ശേഖർ അവാർഡ് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചത് ആർക്കാണ്? സി കുരുവിള ജേക്കബ്. 2024 ഫെബ്രുവരി 26 അന്തരിച്ച പത്മശ്രീ പങ്കജ് ഉദാസ് ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗസൽ. അപ്പോൾ പത്മശ്രീ പങ്കജ് ഉദാസ് ഏതു മേഖലയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഗസലുകൾ. ഇദ്ദേഹം എന്നാണ് അന്തരിച്ചത്? 2024 ഫെബ്രുവരി 26. 2024 ഫെബ്രുവരി 21 നടന്ന 14ാമത് വാർഷിക ഏജിസ് ഗ്രഹാംബെൽ അവാർഡുകളിൽ 3 അവാർഡുകൾ നേടിയ സാങ്കേതിക വികസന കേന്ദ്രം ഏതാണ്? ടെലിമാറ്റിക്സ് വികസന കേന്ദ്രം. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ 14ാമത് വാർഷിക ഏജിസ് ഗ്രഹാംബെൽ അവാർഡുകളിൽ 3 അവാർഡുകൾ നേടിയ സാങ്കേതിക വികസന കേന്ദ്രം ഏതാണ്? ടെലിമാറ്റിക്സ് വികസന കേന്ദ്രം. 2024 ഫെബ്രുവരി 25 ഗുൽമർഗിൽ നടന്ന 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഫെസ്റ്റിവലിൽ ഏത് ടീമാണ് കിരീടം നേടിയത്? ഇന്ത്യൻ ആർമി ടീം. അപ്പോൾ 2024 ഫെബ്രുവരി 25 ഗുൽമർഗിൽ നടന്ന 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് ഫെസ്റ്റിവലിൽ ഏത് ടീമാണ് കിരീടം നേടിയത്? ഇന്ത്യൻ ആർമി ടീം. അപ്പോൾ പത്മശ്രീ പങ്കജ് ഉദാസ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗസലുകൾ. സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡിൽ മികച്ച പുരുഷ നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? സിലിയൻ മർഫിയാണ്. അപ്പോൾ സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡിൽ മികച്ച പുരുഷ നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? സിലിയൻ മർഫി. ആഗോള ടെക്സ്റ്റൈൽ ഇവന്റ് ഫാരടെക്സ് 2024 എവിടെയാണ് സംഘടിപ്പിച്ചത്? ന്യൂഡൽഹിയിലാണ്. സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷന് തറക്കല്ലിട്ടത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡ് അവാർഡിൽ മികച്ച പുരുഷ നടനുള്ള അവാർഡ് നേടിയത് ആരാണ്? സിലിയൻ മർഫിയാണ്. ആഗോള ടെക്സ്റ്റൈൽ ഇവന്റ് ഫാരടെക്സ് 2024 എവിടെയാണ് സംഘടിപ്പിച്ചത്? ന്യൂഡൽഹിയിലാണ്. സിക്കിം സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷന് തറക്കല്ലിട്ടത് ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 ഫെബ്രുവരി 27 മുതൽ 29 വരെ ഇന്ത്യ സന്ദർശിക്കുന്ന ഫ്രാൻസിന്റെ കരസേനാ മേധാവിയുടെ പേര് എന്താണ്? ജനറൽ പിയറി ഷില്ല്. അപ്പോൾ ഫെബ്രുവരിയിൽ 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രാൻസിന്റെ കരസേനാ മേധാവി ആരാണ്? ജനറൽ പിയറി ഷിൽ. ജനറൽ പിയറി ഷില്ലാണ് 2024 ഫെബ്രുവരിയിൽ ഇന്ത്യ സന്ദർശിച്ച ഫ്രാൻസിന്റെ കരസേനാ മേധാവി. ആരാണ്? ജനറൽ പിയറി ഷിൽ. ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? മധ്യപ്രദേശിലാണ്. അപ്പോൾ ലോകത്തിലെ ആദ്യത്തെ വേദഘടികാരം സ്ഥാപിച്ചത് ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കുന്ന ആദ്യത്തെ ജില്ല ഏതാണ്? വയനാട്. അപ്പോൾ രാജ്യത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ല ഏതാണ്? വയനാടാണ്. ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദ. അപ്പോൾ ഫോർവേഡ് എന്ന ആത്മകഥ ആരുടേതാണ്? PR ശാരദയുടേതാണ്. മുൻ ഹോക്കി മലയാളി താരമാണ് ആര്? PR ശാരദ. അപ്പോൾ PR ശാരദയുടെ മുൻ ഹോക്കി താരമായിരുന്ന PR ശാരദയുടെ ആത്മകഥയുടെ പേരെന്താണ്? ഫോർവേഡ്. 2024 ഫെബ്രുവരിയിൽ അന്തരിച്ച കവിയും നിരൂപകനുമായ വ്യക്തി ആരാണ്? NK ദേശം. അപ്പോൾ N കുട്ടിക്കൃഷ്ണപിള്ളയുടെ തൂലികാനാമം എന്താണ്? NK ദേശം. അപ്പോൾ NK ദേശം എന്നറിയപ്പെട്ടിരുന്നത് ആരാണ്? N കുട്ടിക്കൃഷ്ണപിള്ള. അദ്ദേഹം കവിയും നിരൂപകനുമായിരുന്നു. ഇദ്ദേഹം 2024 ഫെബ്രുവരിയിൽ അന്തരിച്ചു. മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള G സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചി. എറണാകുളം ജില്ലയിലെ കൊച്ചിയിലാണ് മഹാകവി G ശങ്കരക്കുറുപ്പിന്റെ പേരിലുള്ള G സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ ഏതാണ്? അതിജീവനം. അപ്പോൾ വിശ്വാസ് മേത്തയുടെ മലയാളത്തിലെ ആത്മകഥ ഏതാണ്? അതിജീവനം. ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച
കേരളത്തിലെ കടൽ തീരമേത്? കാപ്പാട്. കോഴിക്കോട് ജില്ലയിലെ കാപ്പാടാണ്. കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ ബീച്ചാണ് കാപ്പാട് ബീച്ച്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വൃത്തിയുള്ള കടൽ തീരങ്ങൾക്ക് ഫൗണ്ടേഷൻ ഫോർ എൻവയോൺമെന്റ് എഡ്യൂക്കേഷൻ ഡെൻമാർക്ക് നൽകുന്ന ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കറ്റ് ലഭിച്ച കേരളത്തിലെ കടൽ തീരം ഏതാണ്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് കടൽ തീരമാണ്. കേരളത്തിൽ ബ്ലൂ ഫ്ലാഗ് സർട്ടിഫിക്കേഷൻ ലഭിച്ച ആദ്യത്തെ ബീച്ചാണേത്? കാപ്പാട്. വിശ്വാസ് മേത്തയുടെ ആത്മകഥ ഏതാണ്? അതിജീവനം. ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങിയ ഡിമെൻഷ്യ സൗഹൃദം കേരള പദ്ധതി ഏതാണ്? ഓർമ്മത്തോണി. അപ്പോൾ എന്താണ് ഓർമ്മത്തോണി എന്ന പദ്ധതി? ഡിമെൻഷ്യ, അൽഷിമേഴ്സ് ബാധിതരായ വയോജനങ്ങൾക്കായി സംസ്ഥാന സാമൂഹ്യ സുരക്ഷാ മിഷൻ തുടങ്ങുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണേത്? ഓർമ്മത്തോണി. 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതാണ്? അമേരിക്ക. അപ്പോൾ ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം ഏതിൻ്റെതാണ്? അമേരിക്കയുടേതാണ്. 2ാം സ്ഥാനം റഷ്യക്കാണ്. 3ാം സ്ഥാനം ചൈന. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 4. അപ്പോൾ 2024 ഗ്ലോബൽ ഫയർ പവർ റാങ്കിംഗ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ സൈന്യമുള്ള രാജ്യം എവിടത്തെയാണ്? അമേരിക്കയുടേതാണ്. 2ാം സ്ഥാനം റഷ്യക്കാണ്. 3ാം സ്ഥാനം ചൈനയ്ക്കാണ്. 4ാം സ്ഥാനമാണ് ഇന്ത്യയുടെ സൈന്യത്തിനുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനമാണ്. അപ്പോൾ 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിക്കുന്ന കേരളത്തിലെ റിസർവ് വനം ഏതാണ്? കോന്നി റിസർവ് വനം. അപ്പോൾ കോന്നി റിസർവ് വനം 2024 ഫെബ്രുവരിയിൽ എത്രാമത് വാർഷികമാണ് ആഘോഷിച്ചത്? 135ാമത്. കോന്നി വനമേഖലയെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് എന്നാണ്? 1888 ഒക്ടോബർ 9. അപ്പോൾ കോന്നി വനമേഖലയെ ആദ്യത്തെ റിസർവ് വനമായി പ്രഖ്യാപിച്ചത് 1888 ഒക്ടോബർ 9. 2024 ഫെബ്രുവരിയിൽ 135ാമത് വാർഷികം ആഘോഷിച്ച കേരളത്തിലെ റിസർവ് വനമാണിത്? കോന്നി റിസർവ് വനം. UN എന്തു വർഷമായിട്ടാണ് 2024 പ്രഖ്യാപിച്ചത്? 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷമാണ്. ഹിമാനികളുടെ സംരക്ഷണത്തിനുള്ള അന്താരാഷ്ട്ര വർഷമാണ് 2025. 2024 അന്താരാഷ്ട്ര ഒട്ടക വർഷം. 2025 ഹിമാനികളുടെ സംരക്ഷണത്തിന്റെ അന്താരാഷ്ട്ര വർഷം. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടൈലർ സ്വിഫ്റ്റിന്റെ മിഡ്നൈറ്റ്സ്. ഏതാണ്? മിഡ്നൈറ്റ്സ്. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ടൈലർ സ്വിഫ്റ്റ്. അപ്പോൾ മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടിയ ആദ്യത്തെ വ്യക്തി 4ാം തവണയും നേടുന്ന ആദ്യത്തെ വ്യക്തിയാണ് ആര്? ടൈലർ സ്വിഫ്റ്റ്. മികച്ച ആൽബം ഏതാണ്? 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? മിഡ്നൈറ്റ്സ്. ആരുടേതാണ്? ടൈലർ സ്വിഫ്റ്റ്. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ടൈലർ സ്വിഫ്റ്റ് ആണ്. ടൈം മാഗസിന്റെ 2023 പേഴ്സൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ആരെയാണ്? ടൈലർ സ്വിഫ്റ്റിനെയാണ്. അപ്പോൾ 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ആൽബമായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഡ്നൈറ്റ്സ്. ആരുടേതാണ്? ടൈലർ സ്വിഫ്റ്റ്. മികച്ച ആൽബത്തിനുള്ള പുരസ്കാരം 4ാം തവണയും നേടുന്ന ആദ്യത്തെ വ്യക്തി ആരാണ്? ടൈലർ സ്വിഫ്റ്റ് ആണ്. ടൈം മാഗസിന്റെ 2023 പേഴ്സണൽ ഓഫ് ദ ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ്? ടൈലർ സ്വിഫ്റ്റിനെയാണ്. ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം ആർക്കാണ്? ദിസ് മൊമെന്റിനാണ്. പ്രശസ്ത ഗായകൻ ശങ്കർ മഹാദേവനും തബല മാന്ത്രികനായ സക്കീർ ഹുസൈനും ഉൾപ്പെടുന്ന സംഗീത ബാൻഡായ ശക്തിയുടെ ആൽബമാണേത്? ദിസ് മൊമെന്റ്. അപ്പോൾ 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ
66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? ദിസ് മൊമെന്റ്. 66ാമത് ഗ്രാമി പുരസ്കാരത്തിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബമായിട്ട് തിരഞ്ഞെടുത്തത് ഏതാണ്? ദിസ് മൊമെന്റ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ എവിടെയൊക്കെയാണ്? ലഡാക്കിലും ഗുൽമർഗിലുമാണ് 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസ് നടന്നത്. അപ്പോൾ 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികൾ എവിടെയൊക്കെയായിരുന്നു? ലഡാക്ക്, ഗുൽമർഗ്. ഭാഗ്യചിഹ്നം ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലിയാണ്. 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം എന്താണ്? ഷീൻ ഇ ഷി എന്ന ഹിമപ്പുലിയാണ്. എവിടെയായിരുന്നു 2024 ഖേലോ ഇന്ത്യ വിന്റർ ഗെയിംസിന്റെ വേദികള്? ലഡാക്ക്, ഗുൽമർഗ്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 6-നാണ് 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിച്ചത്. എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ സുരക്ഷിതമായിട്ടുള്ള ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? എല്ലാ വർഷവും ഫെബ്രുവരിയിലെ 2ാം ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ് സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിക്കുന്നത്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനം ആഘോഷിച്ചത് എന്നാണ്? ഫെബ്രുവരി 6-നാണ്. 2024 സുരക്ഷിത ഇന്റർനെറ്റ് ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച്. ഒരു മികച്ച ഇന്റർനെറ്റിനായി ഒരുമിച്ച്. ലോകത്ത് ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം ഏതാണ്? ബംഗളൂരു ആണ്. ബംഗളൂരുവാണ് ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള 6ാമത്തെയും ഇന്ത്യയിലെ 1ാമത്തെയും നഗരം. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം ഏതാണ്? അത് ലണ്ടൻ ആണ്. അപ്പൊ ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ലണ്ടൻ ആണ്. 2ാം സ്ഥാനം അയർലൻഡിലെ ഡബ്ലിൻ. അയർലൻഡിലെ ഡബ്ലിൻ ആണ് ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 2ാം സ്ഥാനം. അപ്പോൾ ഇന്ത്യയിലെ ബംഗളൂരുവിന് ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാം സ്ഥാനമാണ്, 6ാമതാണ്. ഇന്ത്യയിൽ 1ാമത്തെ നഗരമാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരങ്ങളിൽ 6ാമത്തെ നഗരമാണ് ബംഗളൂരു. ഇന്ത്യയിലെ 1ാമത്തെ നഗരമാണ് ഗതാഗതക്കുരുക്കിൽ ബംഗളൂരു. ലോകത്തെ ഏറ്റവും ഗതാഗതക്കുരുക്കുള്ള നഗരമാണ് ലണ്ടൻ. 2ാം സ്ഥാനത്ത് അയർലൻഡിലെ ഡബ്ലിൻ ആണ്. ദേശീയ സെൻസസ് ദിനം എന്നാണ്? ഫെബ്രുവരി 9 ദേശീയ സെൻസസ് ദിനം. ദേശീയ സെൻസസ് ദിനം എന്നാണ്? ഫെബ്രുവരി 9. ഇന്ത്യ ഏത് അയൽ രാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്? മ്യാൻമാറുമായിട്ടാണ്. അപ്പോൾ ഇന്ത്യ ഏത് അയൽ രാജ്യവുമായിട്ടാണ് 1643 കിലോമീറ്റർ അതിർത്തിയിൽ വേലി കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നത്? മ്യാൻമാർ. അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആരാണ്? AR റഹ്മാൻ. അപ്പോൾ അന്തരിച്ച ഗായകരുടെ ശബ്ദം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ പുനഃസൃഷ്ടിച്ച സംഗീതജ്ഞൻ ആരാണ്? AR റഹ്മാൻ. ലോക ക്യാൻസർ ദിനം ഫെബ്രുവരി 4. അപ്പോൾ ഫെബ്രുവരി 4ന്റെ പ്രത്യേകത എന്താണ്? ലോക ക്യാൻസർ ദിനമാണ്. 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ് ചികിത്സാ വിടവ് ഇല്ലാതാക്കുക. ചികിത്സാ വിടവ് ഇല്ലാതാക്കുക എന്നത് 2024 ലോക ക്യാൻസർ ദിനത്തിന്റെ പ്രമേയമാണ്. 2022 പ്രമേയത്തിന്റെ തുടർച്ചയാണ് 2024 വരെ നീണ്ടു നിൽക്കുന്നത്. അപ്പോൾ ലോക ക്യാൻസർ ദിനം എന്നാണ്? ഫെബ്രുവരി 4. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? പ്രീതി രജക്. മധ്യപ്രദേശിലെ പ്രീതി രജകാണ് കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. പ്രീതി രജക്, മധ്യപ്രദേശ്. കരസേനയിൽ ചേർന്ന ആദ്യത്തെ വനിതാ ഷൂട്ടിംഗ് താരം ആരാണ്? അത് പ്രീതി രജകാണ്. മധ്യപ്രദേശിലെ പ്രീതി രജകാണ് കരസേനയിൽ ചേർന്ന ആദ്യത്തെ വനിതാ ഷൂട്ടിംഗ് താരം. കരസേനയിലെ ആദ്യത്തെ വനിതാ സുബേദാർ ആരാണ് ചോദിച്ചാൽ അതാരാണ്? പ്രീതി രജകാണ്. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച 2ാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച 2ാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? നിർമ്മല സീതാരാമൻ.
തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തി മുൻ പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ്. അപ്പോൾ തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയത് ആരാണ്? മൊറാർജി ദേശായി ആണ്. ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന വനിതയാണ് ആര്? നിർമ്മല സീതാരാമൻ. അപ്പോൾ ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബജറ്റ് അവതരിപ്പിക്കുന്ന വനിതയാണ് നിർമ്മല സീതാരാമൻ. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച ആദ്യത്തെ വ്യക്തിയാണ് മുൻ പ്രധാനമന്ത്രിയായ മൊറാർജി ദേശായി. തുടർച്ചയായി 6 കേന്ദ്ര ബജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ ധനമന്ത്രി എന്ന റെക്കോർഡ് നേടിയത് ആരാണ്? നിർമ്മല സീതാരാമനാണ്. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം 75 രൂപയുടെ നാണയമാണ്. അപ്പോൾ 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയം എത്ര രൂപയുടേതാണ്? 75 രൂപയുടെ നാണയമാണ്. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. അപ്പോൾ പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാനാണ്. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏത്? കേരളമാണ്. അപ്പോൾ സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധിതമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യത്തെ തെയ്യം കലാകാരൻ ആരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയ നാണയമാണ് 75 രൂപയുടെ നാണയം. ലോകത്ത് ആദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുന്നത് എവിടെയാണ്? US-ലാണ്. അപ്പോൾ ലോകത്ത് ആദ്യമായിട്ട് നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയത് എവിടെയാണ്? US. ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധന ഓപ്പറേഷൻ ഡി ഹണ്ട്. അപ്പോൾ ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന വ്യാപകമായിട്ട് പോലീസ് നടത്തുന്ന പരിശോധന ഏതാണ്? ഓപ്പറേഷൻ ഡി ഹണ്ട്. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. അപ്പോൾ 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. 2ാം സ്ഥാനം ഫിൻലൻഡാണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 93ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അഴിമതി ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? സൊമാലിയ. അഴിമതി ഏറ്റവും കൂടിയ രാജ്യം സൊമാലിയ. അഴിമതിയിൽ ഇന്ത്യയുടെ സ്ഥാനമാണ് 93. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. അഴിമതി ഏറ്റവും കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്കാണ്. 2ാം സ്ഥാനം ഫിൻലൻഡാണ്. അഴിമതി ഏറ്റവും കൂടിയ രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അഴിമതി കുറഞ്ഞ രാജ്യങ്ങൾ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 93ാം സ്ഥാനമാണ് ഇന്ത്യക്ക്. അഴിമതി ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? സൊമാലിയ. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല? പാലക്കാട് ജില്ലയിലാണ് VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്നത്. അപ്പോൾ VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ഡെവിൾ സ്ട്രൈക്ക്. അപ്പോൾ ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനികാഭ്യാസത്തിന്റെ പേരെന്താണ്? ഡെവിൾ സ്ട്രൈക്ക്. 2023 ട്രാൻസ്പെറൻസി ഇന്റർനാഷണൽ റിപ്പോർട്ട് പ്രകാരം ആഗോളതലത്തിൽ ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ഏതാണ്? ഡെൻമാർക്ക്. 2ാം സ്ഥാനം ഫിൻലൻഡ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 93. അഴിമതി ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? സൊമാലിയ. VT ഭട്ടതിരിപ്പാട് സ്മാരകം നിലവിൽ വരുന്ന ജില്ല ഏതാണ്? പാലക്കാട്. ഇന്ത്യൻ ആർമിയും വ്യോമസേനയുമായി നടത്തുന്ന സൈനിക അഭ്യാസത്തിന്റെ പേരെന്താണ്? ഡെവിൾ സ്ട്രൈക്ക്. ലോകത്താദ്യമായി നൈട്രജൻ വാതകം ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കിയത് എവിടെയാണ്? US-ലാണ്. എന്താണ് ഓപ്പറേഷൻ ഡി ഹണ്ട്? ലഹരി മരുന്ന് ഉപയോഗവും വിൽപ്പനയും തടയാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തുന്ന പരിശോധനയാണ് ഇത്? ഓപ്പറേഷൻ ഡി ഹണ്ട്. എത്ര രൂപയുടെ നാണയമാണ് 2024 റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി പുറത്തിറക്കിയത്? 75 രൂപ. പത്മശ്രീ പുരസ്കാരം ലഭിച്ച ആദ്യ തെയ്യം കലാകാരനാരാണ്? EP നാരായണൻ പെരുവണ്ണാൻ. സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതി നടത്തിപ്പിന് ലൈസൻസ് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? കേരളം. ജാരവാസ്, സെന്റിലനീസ് ഗോത്രങ്ങൾ ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശത്താണ് കാണപ്പെടുന്നത്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ. മിലൻ നാവികാഭ്യാസത്തിന്റെ 12ാമത് എഡിഷൻ എവിടെയാണ് നടക്കുന്നത്? വിശാഖപട്ടണം.
2024 ഗ്രാമി അവാർഡ് ലഭിച്ച ഇന്ത്യക്കാരുടെ പേര് ശങ്കർ മഹാദേവനും സക്കീർ ഹുസൈനും. 2024 ഖത്തർ ഓപ്പൺ നേടിയതാരാണ്? ഇഗ സിയാടെക്. DRDO വികസിപ്പിച്ചെടുത്ത ഹൈസ്പീഡ് എക്സ്പെൻഡബിൾ ഏരിയൽ ടാർഗറ്റിന്റെ പേരെന്താണ്? അഫ്യാസ്. 2024 ഫെബ്രുവരി 18 ഏത് ടീമിനെതിരെയാണ് ഇന്ത്യ ആദ്യമായി 2024 ബാഡ്മിന്റൺ ഏഷ്യ ടീം വനിതാ ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയത്? തായ്ലൻഡ്. ഏത് പ്രതിരോധ അഭ്യാസത്തിനിടെയാണ് സർഫേസ് ടു എയർ മിസൈൽ ഫോർ അഷ്വർഡ് റിറ്റലിയേഷൻ വ്യോമ പ്രതിരോധ സംവിധാനം ആദ്യമായി തൊടുത്തത്? വായുശക്തി 24. ഏത് രാജ്യമാണ് മിഡിൽ ഈസ്റ്റിൽ ഡ്രീം ഓഫ് ദി ഡെസേർട്ട് ട്രെയിൻ ആരംഭിക്കുന്നത്? സൗദി അറേബ്യ. ശ്രീമതി ദ്രൗപദി മുർമു ഉദ്ഘാടനം ചെയ്ത ആദി മഹോത്സവ ദേശീയ ഗോത്രോത്സവം ഏത് തീയതിയിലാണ് അവസാനിച്ചത്? 2024 ഫെബ്രുവരി 18. 2024 ഫെബ്രുവരിയിൽ 77ാമത് ബ്രിട്ടീഷ് അക്കാദമി ഫിലിം അവാർഡിൽ മികച്ച ചിത്രം, സംവിധായകൻ, നടൻ എന്നിവയുൾപ്പെടെ 7 സമ്മാനങ്ങൾ നേടിയ സിനിമ ഏതാണ്? ഓപ്പൺഹൈമർ. ഒരു ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ഇടം കയ്യൻ ബാറ്റ്സ്മാന്റെ പേരെന്താണ്? യശസ്വി ജയ്സ്വാൾ. കേരളത്തിലെ ആദ്യ ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ്? കൊട്ടാരക്കരയിലാണ്. 2023 എഴുത്തച്ഛൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? SK വസന്തൻ. ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ സ്വകാര്യ പേടകത്തിന്റെ പേരെന്താണ്? ഒഡീസിയസ്. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക്